ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെയൊക്കെ എന്ത് കാണണം, ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, -x ആണ്. അപ്പോൾ f(x) = x എന്ന -x ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫിൻ്റെ ഡെറിവേറ്റീവ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ f'(x) എങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ, ലിമിറ്റ് h → 0 f(x + h) - f(x) ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -(-x) ആണ്. നമുക്ക് എന്താണ്, ലിമിറ്റ് h → 0 എന്ത് വരും, -(x + h) - x ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു മൈനസും കൂടി വരും. ഇതെന്താവും, ഇത് +x ആവും. ഇവിടെ -x - h + x ബൈ h. അപ്പോൾ എന്ത് വരും, ഈ -xഉം xഉം ക്യാൻസലായി പോവും. ലിമിറ്റ് h → 0 ഈ h ഉം ക്യാൻസലാവും. അപ്പോൾ ഇവിടെ 1 എന്ന് വരും. നമുക്ക് എന്താണ്, ലിമിറ്റ് h → 0 1 എന്താണ് 1 എന്നാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ എന്താണ്, 1 ആണ്. സോറി, എന്താണ് ഈ ഇവിടെ -hൻ്റെ മുമ്പിൽ ഒരു മൈനസ് ഉണ്ടാവില്ല, -1 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ -x⁻−1 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ f(x) = -x⁻−1, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ -x എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, f'(x) = ലിമിറ്റ് h → 0 f(x + h) - f(x) all ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് h → 0 എന്തായിരുന്നു, 1/-x എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വരും, 1 ഡിവൈഡ് ബൈ -(x + h) -1 ബൈ എന്താണ് -x. അപ്പോൾ ഇതെന്താവും, ഇത് പ്ലസ് ആവും, ഡിവൈഡ് ബൈ h. ഇനി എന്ത് വരും, x - h ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഇൻറ്റു എന്ന് കൂടി വരും, x × x + h എന്ന് കൂടി വരും. ഇനി എന്താണ്, ഇവിടെ x ഉണ്ട്, -x ഉണ്ട്, അത് ക്യാൻസലായി പോയി. ഇനി എന്താണ്, ഒരു -h എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു -h ഉണ്ട്, അപ്പോൾ അതും ക്യാൻസലായി പോയി. അപ്പോൾ എന്താ വരിക, 1 ഡിവൈഡ് ബൈ എന്താണ് കിടക്കുന്നത്, x × x + h കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ്, h-ന് 0 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ എന്താവും, ഇത് 1/x² എന്നായി മാറും. അപ്പോൾ അതാണ് എന്ത് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ sin of x + 1 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ sin x + 1 ആണ്. അപ്പോൾ എന്താണ്, f(x) = അപ്പോൾ f(x) എന്തെന്നാണ്, sin x + 1 എന്നാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു, f'(x) ലിമിറ്റ് h → 0 f(x + h - f(x) ഡിവൈഡ് ബൈ h എന്നാണ്. സിംപ്ലൈസ് ലിമിറ്റ് h → 0. ഇവിടെ എന്താണ്, sin x + 1 അല്ലേ. അപ്പോൾ sin x + 1 + h - sin x + 1 all divided by h. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇവിടെ sin x + 1 ഉണ്ട്, ഇവിടെ നമുക്കൊരു sin x + 1 ഉണ്ട്. അതായത് ഇവിടുത്തെ ആംഗിൾ സെയിം ആണ്, ഇവിടുത്തെ ഓരോ ആംഗിൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്താണ്
എക്സ് പ്ലസ് വൺ വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും എടുത്തിട്ട്. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ത് വരും? സൈൻ എക്സ് പ്ലസ് 1 ഇൻറ്റു കോസ് എച്ച് പ്ലസ് ആരെ വരിക? കോസ് എക്സ് പ്ലസ് 1 ഇൻറ്റു സൈൻ എച്ച് മൈനസ് സൈൻ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്? ഇവിടെ സൈൻ എക്സ് പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ എക്സ് പ്ലസ് 1 ഉണ്ട്. അപ്പോൾ നമുക്ക് സൈൻ എക്സ് പ്ലസ് 1നെ പുറത്തെടുക്കാം. ഇവിടെ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് എഴുതണം. പിന്നെന്താണ്? ഇവിടെ കോസ് എച്ച് ഉണ്ട്, ഇവിടെ ഇപ്പോൾ എന്താണ്? -1 വരും. അപ്പോൾ കോസ് എച്ച് -1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതി കൊടുക്കാം. പിന്നെന്താണുള്ളത്? അടുത്തത് ആരാണ്? കോസ് എക്സ് പ്ലസ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് 1 ഇൻറ്റു സൈൻ എച്ച് ഡിവൈഡ് ബൈ എച്ച്. പിന്നെ നമുക്കെന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് 1 ഇൻറ്റു ലിമിറ്റ് എന്തെന്നാണ്? കോസ് എച്ച് -1 ബൈ എച്ച് എന്നെഴുതാം. ആദ്യം നമുക്ക് ഈ ഒരു പാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് എന്താണ്? ഇത് സൈൻ എക്സ് പ്ലസ് 1 എന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താണ്? ഇത് 0 ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് 1 ഇൻറ്റു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗം നമ്മളിനി കൺസിഡർ ചെയ്യണില്ല. ഇനി എന്താണ് അടുത്ത ആ ഒരു പാർട്ട് നോക്കാം. ഇതെന്താ വരിക? ഇത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇവിടെ എന്താണ്? കോസ് എക്സ് പ്ലസ് 1 ഇൻറ്റു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇവിടെ ആരാണ്? സൈൻ എച്ച് ബൈ എച്ച് ആണ്. സൈൻ എച്ച് ബൈ എച്ച് ആണ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ വാല്യൂ 1 ആണ്. എന്താണ്? ഇവിടെ 1 ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ലിമിറ്റ് എന്താണ്? അത് കോസ് എക്സ് പ്ലസ് 1 തന്നെയാണ്. കോസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് കോസ് എക്സ് മൈനസ് പൈ ബൈ 8 ആണ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് പൈ ബൈ 8 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നമുക്ക് എന്തെഴുതാം? കോസ് എക്സ് മൈനസ് പൈ ബൈ 8 പ്ലസ് എച്ച് പിന്നെന്താണ്? മൈനസ് കോസ് എക്സ് മൈനസ് പൈ ബൈ 8 ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത് വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? കോസ് എക്സ് മൈനസ് പൈ ബൈ 8 പ്ലസ് എച്ച് എന്നുള്ള ഫോം, അതായത് എയും ഇത് ബി ആയിട്ട് എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? കോസ് എക്സ് മൈനസ് പൈ ബൈ 8 ഇൻറ്റു ആരെ വരിക? കോസ് എച്ച് മൈനസ് സൈൻ പൈ മൈനസ് എക്സ് മൈനസ് പൈ ബൈ 8 ഇൻറ്റു സൈൻ എച്ച് മൈനസ് കോസ് എക്സ് മൈനസ് പൈ ബൈ 8 ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനം ഈ കോസ് എക്സ് മൈനസ് പൈ ബൈ 8നെ ഒരുമിച്ചെടുക്കാം. ഇവിടെ എന്താണ്? കോസ് എച്ച് ഉണ്ട്, ഒരു -1 ഉണ്ട്. ഇനി ആരാ ബാക്കിയുള്ളത്? മൈനസ് സൈൻ എക്സ് മൈനസ് പൈ ബൈ 8 ഇൻറ്റു സൈൻ എച്ച് ഓൾ ഡിവൈഡ് ബൈ എച്ച്. ഇവിടെ എന്താണ്? ലിമിറ്റ് ഇടാൻ മറക്കരുത്. ഇനി എന്ത് ചെയ്യാം നമുക്ക്? നമ്മൾ നേരത്തെ കണ്ടു ലിമിറ്റ് ഓഫ് കോസ് എച്ച് -1 ഡിവൈഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് കോസ് എക്സ് മൈനസ് പൈ ബൈ 8 ഇൻറ്റു എച്ച് ടെൻസ് ടു 0. ഇവിടെ എന്താണ്? ലിമിറ്റ് കോസ് എച്ച് -1 ബൈ എച്ച് ടെൻസ് ടു 0. പിന്നെന്താണ്? മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് പൈ ബൈ 8 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0
സൈൻ എച്ച് ബൈ എച്ച്. അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്താണുള്ളത്? ഇവിടെ ഇതിൻ്റെ എച്ച് ഒന്നും ഇല്ല. അത് കാരണം എന്താണ് അതിൻ്റെ ലിമിറ്റ് സൈൻ എക്സ് മൈനസ് 5/8 ആണ് വരിക. ഫ്രണ്ടിലൊരു മൈനസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലിമിറ്റ് സൈൻ എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫിസിക്കൽ ടു ആൻസർ എന്ത് വരും? മൈനസ് സൈൻ എക്സ് മൈനസ് 5/8 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? എ ബി സി ഡി അതുപോലെ പി ക്യു ആർ എൻ എസ് ഒക്കെ എന്താണ്? നോൺ സീറോ കോൺസ്റ്റൻ്റ്. പിന്നെ എം എൻ ഇൻഡിജേഴ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എക്സ് പ്ലസ് എ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എടുക്കുന്നത് എന്താണ്? അതൊരു പോളിനോമിയലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് എ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ എന്താണ്? ഇവിടെ എക്സ് ടു ദ പവർ 1 ആണ്. സോ 1 × എക്സ് റേസ് ടു 1 - 1 ഈക്വൽ ടു എന്താണ് വരിക? എക്സ് റേസ് ടു 0 എന്ന് വരും. അതെന്താണ്? 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ്? പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ആർ ബൈ എക്സ് പ്ലസ് എസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ആർ ബൈ എക്സ് പ്ലസ് എസ് എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? പി ആർ പ്ലസ് പി എസ് ഇൻറ്റു എക്സ് പ്ലസ് ക്യു ആർ ബൈ എക്സ് പ്ലസ് എസ് ക്യൂ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഇപ്പോൾ നമ്മളിനി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് ഉണ്ട്, അവിടെ എക്സ് ഉണ്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ കണ്ടു. എന്താണ്? എൻ ഇൻറ്റു, അതായത് എക്സ് റേസ് ടു എൻ ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമുക്ക് പി എസ് എന്ന് എഴുതാം. പ്ലസ് ഇനി ഇവിടെ ക്യു ആർ ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം. പിന്നെ എന്താ കിടക്കുന്നത്? 1/x ആണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇതിപ്പോൾ എക്സ് റേസ് ടു -1 ആണ്. സോ ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് റേസ് ടു -1 ദാറ്റ് ഈസ് -1/x². എന്തെന്ന് എഴുതാം? ഇവിടെ x² എന്ന് എഴുതാം. മൈനസ് ഫ്രണ്ടിലിട്ട് കൊടുക്കും. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ax + b × cx + d (2) ആണ്. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ax + b ഉണ്ട്, പിന്നെ ഒരു cx + d ഉണ്ട്, ഇതിന് (2) ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, എന്നിട്ടൊരു പോളിനോമിയലാക്കിയിട്ട് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ എന്താണ്? നമുക്കിവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇതിനെ u എന്നും ഇതിനെ v എന്നും വിളിക്കാം. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ax + b ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 × cx + d ഇൻറ്റു cxൻ്റെ, അതായത് എക്സ് ഉള്ള ടൈമിൻ്റെ കോൺസ്റ്റൻ്റ് കൂടി c പ്ലസ് ആരാണ് ഇനി വേണ്ടത്? സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതാം. cx + d (2) ഇൻറ്റു ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? a ആണ്. ഇതാണ് ആൻസർ വരുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ax + b / cx + d. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനങ്ങനെ ചെയ്യാം, കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ax + b / cx + d. ഇതിനെങ്ങനെ എഴുതാം? cx + d ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് വരും? a എന്ന് വരും, മൈനസ് ഈ സാധനം ax + b, അതായത് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് c എന്ന് വരും, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ cx + d (2). ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 1 + 1/x ഡിവൈഡ് ബൈ 1 - 1/x. ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം.
1 plus 1 by x by 1 minus 1 by x, that is x plus 1 divided by x by x minus 1 divided by x എന്ന് എഴുതാം. നമുക്ക് ഈ എക്സ് എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പം എന്തായിട്ടുണ്ട്, എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എന്നായിട്ടുണ്ട് നമ്മുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് ക്വസ്റ്റ്യൻ റൂൾ യൂസ് ചെയ്യാം. എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ്, എക്സ് മൈനസ് 1 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ് 1 ആണ്, മൈനസ് എന്താ എക്സ് പ്ലസ് 1 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് അതും 1 ആണ്, ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ് മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, ഈ എക്സും ഈ എക്സും ക്യാൻസലാവും, മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്, 1 ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് കോഷ്യൻ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി മൈനസ് എന്താണ് ഇതിൻ്റെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ഫ്രണ്ടിലിടാം. ദെൻ 1 ഇൻറ്റു ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടത്, എന്താണ് 2x a പ്ലസ് ബി ഓൾ ഡിവൈഡഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 8ാമത്തെ ക്വസ്റ്റ്യൻ, എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ. എന്താണ് എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ. ഇവിടെയും നമുക്ക് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ഇൻറ്റു എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ് എ ആണ്, മൈനസ് എന്തെന്ന് വരും, എ എക്സ് പ്ലസ് ബി ഇൻറ്റു എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരും ഈ ഡിനോമിനേറ്ററിൻ്റെ, അതെന്താണ് വരിക 2xp പ്ലസ് ക്യൂ എന്ന് വരും, ഓൾ ഡിവൈഡഡ് ബൈ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് ബി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെ വരികയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് ബി എന്നാണ്. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2px പ്ലസ് ക്യൂ എന്ന് വരും, മൈനസ് ഇനി എന്താണ് ന്യൂമറേറ്ററിൽ പി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ എ വരിക, ഡിവൈഡഡ് ബൈ എന്താ വരിക എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എ ബൈ എക്സ് റേസ് ടു 4 മൈനസ് ബി ബൈ എക്സ് റേസ് ടു 2 പ്ലസ് കോസ് എക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ടേം ഉണ്ട്. എ ബൈ എക്സ് റേസ് ടു 4 മൈനസ് ബി ബൈ എക്സ് റേസ് ടു 2 പ്ലസ് കോസ് എക്സ്. ഇതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് എ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇതെന്താണ് എക്സ് റേസ് ടു -4 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരിക, -4 ഇൻറ്റു എക്സ് റേസ് ടു -4 മൈനസ് 1 ദാറ്റ് ഈസ് എന്ത് വരും, -4 നമുക്ക് ഫ്രണ്ടിൽ എഴുതി കൊടുക്കാം, പിന്നെ എക്സ് റേസ് ടു -5 എന്ന് വരും. അപ്പോൾ നമുക്കതിനെ താഴെ എഴുതി കൊടുക്കാം, ബൈ എക്സ് റേസ് ടു 5 മൈനസ് ഓഫ്. അടുത്തത് എന്താണ്, ബി കോൺസ്റ്റൻ്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. പിന്നെ എന്താ വരുന്നത്, എക്സ് റേസ് ടു -2 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് -2 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 3 എന്ന് വരും. അപ്പോൾ ഈ 2ഉം ഇതും മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 2b ബൈ പ്ലസ് 2b ബൈ എക്സ് ക്യൂബ് എന്ന് വരും. പിന്നെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -sin x ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ആരാണ്, 15 എന്താണ് അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ
11ാമത്തെ ക്വസ്റ്റ്യൻ 4√x - 2. 4√x - 2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 4 × x⁻² - 2 എന്ന് എഴുതാം. അപ്പോൾ എന്താ പറയുക? 4 × ഇതിനെന്താണ് x⁻n ആകുമ്പോൾ n × x⁻n - 1 ദാറ്റ് ഇസ് 1/2 × x⁻1² - 1 കഴിഞ്ഞാൽ എന്താ -1/2 എന്ന് വരും. ദാറ്റ് ഇസ് ഇവിടെ ക്യാൻസൽ ചെയ്താൽ 2 × x⁻−1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ റൂട്ട് വരും. പിന്നെ അടുത്തത് ആരാണ്? അടുത്തത് -2 ആണ്. -2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് വരും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ax + b² ആണ്. ഇതിനെ നമുക്ക് എന്താണ് ax + b²n. ഇതിനെ നമുക്ക് എന്താ ഒരു പോളിനോമിയലിൻ്റെ n × ax + b⁴n - 1 ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? a ആണ്. അപ്പോൾ an × ax + b⁴n - 1. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തെന്താണ്? ax + b⁴n × cx + d⁴m. അപ്പോൾ എന്താണ് ax + b⁴n cx + d⁴m. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാം. അപ്പോൾ n × ax + b⁴n - 1 × a പ്ലസ് ഇവിടെ എന്ത് വരിക? m × cx + d⁴m - 1 × c എന്ന് വരും. ഇതാണ് ആൻസർ. അടുത്തത് sin x + a ആണ്. അപ്പോൾ sin x + a എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. പിന്നെ അവിടുത്തെ ആംഗിൾ x + a ആണ്. ഇനി എന്താണ്? എക്സിൻ്റെ x + a യുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 വരും. അപ്പോൾ cos x + a എന്ന് തന്നെ വരും. അടുത്തത് cosec x × cot x. അപ്പോൾ cosec x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cosec x cot x = നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 1/ ഇതാരാണ്? cosec എന്ന് പറയുമ്പോൾ sin x, cot എന്ന് പറയുമ്പോൾ cos x/sin x എന്ന് എഴുതാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cos x / sin² x എന്ന് എഴുതാം. = നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്വസ്റ്റ്യൻ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരിക? sin² x × cos x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? -sin x എന്ന് വരും. മൈനസ് പിന്നെ ആരാളുള്ളത്? അടുത്തത് എന്തുകൊണ്ടാണ്? cos x × sin² x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2sin x × cos x എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ sin² x × sin² x ² വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ എന്താ? 2 cos x sin x × cos x എന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇവിടെ ഒരു -sin² x × sin x ഉണ്ട്. ഇതിലും ഒരു sin x കോണമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് sin x-നെ പുറത്തേക്ക് എടുക്കാം. sin x പുറത്തേക്ക് എടുക്കും. -sin x പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി? ഇതിൽ ഇനി ബാലൻസ് ഉള്ളത് sin² x ആണ്. പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് ആരാണ്? cos² x ആണ്. പ്ലസ് cos² x എന്ന് എഴുതി. ഇനി എന്താണ്? ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ എന്താണ്? sin² x ഉണ്ട്. ഇനി എന്താണ്? ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 1 ആണ്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ -sin x ഇവിടെ എന്താ? sin² x ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു sin² x ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -1 ഡിവൈഡ് ബൈ എന്തെന്ന് വരും? sin³ x എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്തല്ലോ ഒരു തെറ്റുണ്ടായിരുന്നു. അവിടെ എന്താണ്?
കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/സൈനും കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈനും ആയിരുന്നു. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് മൈനസ് ഇനി എന്താണ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4x എന്ന് വരും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കെന്താണ് ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ഒരു കോസ് സ്ക്വയർ എക്സിൽ 2 കോസ് സ്ക്വയർ എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൈനസ് സൈൻ എക്സിനെ പുറത്തെടുക്കുക. അതായത് ഈ ഒരു സൈൻ എക്സിനെ നമ്മൾ പുറത്തെടുത്തു. ഇവിടെയും ഒരു സൈൻ എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസിനെ നമ്മൾ പുറത്തെടുത്തു. ഇനി ഇവിടെ ഉള്ളത് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ എന്താണ് 2 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഉണ്ട്. അപ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കോസ് സ്ക്വയർ എക്സിനെ ഇതിൻ്റെ കൂടെ എഴുതി, കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഇതെന്താണ്, ഇത് 1 ആണ്. നമുക്ക് 1 എന്ന് കിട്ടി. ഡിവൈഡ് ബൈ ആരാണ്, സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതാം. എന്താണ് സൈൻ റേസ് ടു 4 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ 4ഉം ഈ സൈനും കൂടി ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്തോ ഒരു സൈൻ ക്യൂബ് എക്സ് എന്നാവും. പിന്നെന്താണ് ഇത് ഇനിയിപ്പോൾ ഈ മൈനസ് ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ എന്താ വരിക, -1 ഡിവൈഡ് ബൈ സൈൻ ക്യൂബ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം, മൈനസ് സൈൻ ക്യൂബ് എക്സിനെ നമുക്ക് എങ്ങനെ 1 ബൈ സൈൻ ക്യൂബ് എക്സിനെ കോസീക്ക് ക്യൂബ് എക്സ് എന്ന് എഴുതാം. പിന്നെന്താണ് ഇവിടെ ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് മൊത്തത്തിൽ കോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം, മൈനസ് ഓഫ് കോട്ട് സ്ക്വയർ എക്സ്. പിന്നെ 1 ബൈ സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, കോസീക്ക് എക്സ് എന്ന് എഴുതാം. ഇതാണ് അപ്പോൾ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ്, കോസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, കോസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് എന്ത് വരും, കോസ് എക്സ് അല്ല 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എന്താവും, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്, മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് ഇനി കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്, അത് കോസ് എക്സ് ആണ്. ഓൾ ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം, 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇനി നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരു മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൈനസ് പുറത്തെഴുതുക. ദെൻ ഇതിനൊന്നിച്ച് എഴുതിയാൽ ഇതെന്താവും, 1 ആവും. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു -1 കിട്ടും. നമ്മുടെ ആൻസർ എന്ത് വരും, ഇങ്ങനെ എഴുതാം. നമുക്ക് മൈനസ് പുറത്തെടുത്ത് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, -1 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടും. 17ാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, നമുക്ക് ഡിനോമിനേറ്റർ ഉണ്ട് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തെന്നാ വരിക, നമുക്ക് കുറച്ച് താഴത്തേക്ക് എഴുതാം, ഇതിന് സ്ഥലമില്ല. അപ്പോൾ എന്താണ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് എന്നാണ്. മൈനസ് ഓഫ് ഇനി എന്താണ് വരിക, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്.
പ്ലസ് ആരെ വരിക സൈൻ എക്സ് എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ ഉണ്ടെങ്കിൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സും ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സും ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു മൈനസ് പുറത്തെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? മൈനസ് പുറത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയി. അപ്പോൾ നമുക്ക് ഇതിനെ ഒരുമിച്ച് എങ്ങനെ എഴുതാം? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് പുറത്തെടുക്കും. പിന്നെന്താണ്? ഇവിടെ നോക്കുമ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട്, ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എന്താണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് എന്താ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ എന്താണ്? ഇവിടെ കോസ് സ്ക്വയർ എക്സ് ഉണ്ടോ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അതിനെന്താ ഇത് 1 ആക്കിയിട്ട് എഴുതാം. അപ്പം എന്തായി? 1 മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്നായി. ദെൻ മൈനസ് ഓഫ്, ഇനി ഇവിടെ നിന്ന് അതുപോലെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇനി എന്താണ്? നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? -1 പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സൈൻ 2 എക്സ് എന്ന് എഴുതാം. സൈൻ എക്സ് കോസ് എക്സ് -1 മൈനസ് 2 എന്താണ്? സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്, ഇവിടെ -2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസറിൽ എന്ത് വരും? നമുക്ക് ബാലൻസ് അവിടെ എന്തുള്ളത്? ഒരു -1 ഒരു -1 കിടക്കുന്നുണ്ട്. -2 ഡിവൈഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് എക്സ് -1 ഡിവൈഡ് ബൈ സീക്ക് എക്സ് പ്ലസ് 1 എന്നാണ്. എന്താണ്? സീക്ക് എക്സ് പ്ലസ് 1 ബൈ സീക്ക് എക്സ് -1 അല്ലേ ക്വസ്റ്റ്യൻ? അല്ല, മൈനസ് ആണ് മേലെ, താഴെ പ്ലസ്. -1 ഇവിടെ +1. അപ്പോൾ നമുക്ക് സീക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ കോസ് എക്സ് -1 ഡിവൈഡ് ബൈ 1 ബൈ കോസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ എന്താവും? ഇതിനെ നമുക്ക് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ഈ കോസ് എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്താവും? നമ്മുടെ ഫംഗ്ഷൻ 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്നാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എന്ത് റൂളാണ്? കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരിക? അത് കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് വരെ മൈനസ് ഉള്ളത് കൊണ്ട് സൈൻ എക്സ് എന്ന് വരും. അടുത്തത് മൈനസ് ഓഫ് ആരാണ്? 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇവിടെ എന്താ? 1 പ്ലസ് കോസ് എക്സ്. അപ്പോൾ അതെന്താണ്? അത് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇത് പ്ലസ് ആവും. ബൈ 1 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് എന്താണ്? ഇവിടെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്, കോസ് എക്സ് സൈൻ എക്സ് മൈനസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ കിടക്കുന്നത് എന്താണ്? സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഒരുമിച്ച് എഴുതാം. 2 സൈൻ എക്സ് എന്ന് എഴുതാം. 2 സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്ത്? ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സൈൻ റേസ് ടു. നമുക്കതിനെങ്ങനെ എഴുതാം?
സൈൻ എക്സ് ടു ദ പവർ എൻ എന്ന് എഴുതാം. ഇപ്പോൾ ഇതൊരു പോളിനോമിയൽ അല്ല, അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? എൻ ഇൻറ്റു സൈൻ എക്സ് ടു ദ പവർ എൻ മൈനസ് 1. ദെൻ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ആൻസർ. ഒരു 20ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്ലസ് ബി സൈൻ എക്സ് ബൈ സി പ്ലസ് ഡി കോസ് എക്സ്. എന്താണ്? എ പ്ലസ് ബി സൈൻ എക്സ് ഇൻറ്റു ഡിവൈഡ് ബൈ സി പ്ലസ് ഡി കോസ് എക്സ്. ഇതിനെങ്ങനെ എഴുതാം? സി പ്ലസ് ഡി കോസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എ കോൺസ്റ്റൻ്റ് ആണ്, 0 വരും. പിന്നെ ബി ഇൻറ്റു സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് വരും. ഡിവൈഡ് ബൈ അല്ല മൈനസ് എന്താ വരിക? എ പ്ലസ് ബി സൈൻ എക്സ് ഇൻറ്റു ഇവിടെ സി കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഡി കോസ് എക്സ് എന്താ വരിക? മൈനസ് ഡി സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ മൈനസ് ഇവിടെ ഇട്ട് കൊടുത്ത് പ്ലസ് ആയിട്ടുണ്ട്. ഹോൾ ഡിവൈഡ് ബൈ സി പ്ലസ് ഡി സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. സൈൻ എക്സ് പ്ലസ് എ ബൈ കോസ് എക്സ് എങ്ങനെ വരിക നോക്കാം. എന്താണ്? സൈൻ എക്സ് പ്ലസ് എ ബൈ കോസ് എക്സ്. അപ്പോൾ എന്താ വരിക? കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എയുടെ ഡെറിവേറ്റീവ് എന്ത് വരിക? കോസ് എക്സ് എന്ന് വരും. കോസ് എക്സ് പ്ലസ് എ എന്ന് വരും. മൈനസ് ഇനി എന്താണ്? സൈൻ എക്സ് പ്ലസ് എ ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരിക? മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്യും. ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്താണ്? എക്സ് ടു ദ പവർ 4 ഇൻറ്റു വൈ സൈൻ എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. എന്തെന്നാണ്? എക്സ് റേസ് ടു 4 5 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദെൻ സൈൻ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 4 കോസ് എക്സ്. ഒന്നുമില്ല, നമ്മൾ ആ പുറത്തുണ്ടായിരുന്ന എക്സ് റേസ് ടു 4നെ അകത്തേക്ക് എടുത്തു. അപ്പോൾ എന്തെന്നാ വരിക? ഇതിനെ 5 ഇൻറ്റു ഇനി ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ എക്സ് റേസ് ടു 4 ഇൻറ്റു സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് 3 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പ്ലസ് എന്തെന്ന് വരും? ഇവിടെ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ എന്താ വരിക? 4x³ എന്ന് വരും. മൈനസ് ഇനി എന്താണ്? 3 ഇൻറ്റു ഇവിടെ ആരാണ്? എക്സ് റേസ് ടു 4 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് പ്ലസ് ഇനി എന്താണ്? കോസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x³ ആണ്. 3x³ അല്ല, 4x³ ആണ്. അപ്പോൾ ഇതിനെയൊന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അല്ലാതെ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്? x² + 1 ഇൻറ്റു കോസ് എക്സ് എന്നാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെന്താണ്? x² + 1 ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുമ്പോൾ = x² ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് എക്സ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് എന്ത് വരും? കോസ് എക്സ് ഇൻറ്റു 2x പ്ലസ് എന്ത് വരും? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ മൈനസ് സൈനും പുറത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ x² + 1 ഇൻറ്റു സൈൻ എക്സ് പിന്നെ ആരാണ്? പ്ലസ് കോസ് 2x. അപ്പോൾ ഇവിടെ ഒരു മൈനസിൻ്റെ വ്യത്യാസം, ഒരു മൈനസ് ഫ്രണ്ടിലിട്ട് കൊടുക്കുക. അതായത് മൈനസ് സൈൻ എക്സ് അത് നമ്മൾ പുറത്തെടുത്തു. പിന്നെ x² പ്ലസ് ഇവിടെ ഒരു 1 അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്തെന്നാണ്? x² + സൈൻ എക്സ് പ്ലസ് ഇൻറ്റു p + q കോസ് എക്സ്. ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം.
അപ്പോൾ നമുക്ക് എന്താണ് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാം. AX² + sin x ഇൻറ്റു P + Q cos x. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ യു ഇതിനെ വി ആയിട്ട് എടുത്ത് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് AX² + sin x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, പിയുടെ ഡെറിവേറ്റീവ് 0 ആണ്. Q cos x-ൻ്റെ ഡെറിവേറ്റീവ് -Q sin x ആണ്. പ്ലസ് ഇനി എന്താ വരിക, ഇതിനങ്ങനെ തന്നെ എടുത്തത് Q അല്ല P + Q ഇൻറ്റു P + Q cos x ഇൻറ്റു ഇനി AX² + sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2XA + cos x എന്ന് വരും. ഇതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഏതാണ്, അടുത്ത ഇതാണ്. ഇതിൻ്റെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, x + cos x ഇൻറ്റു x - tan x. x + cos x ഇൻറ്റു x - tan x. ഇതിനെ നമുക്ക് എന്താണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x² പ്ലസ് എന്താ വരിക, x cos x minus x tan x minus cos x tan x. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ x² ഉണ്ട്, ഒന്നും ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ x cos x, x tan x അതൊക്കെ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് cos x-നെ നമുക്ക് അല്ല ഈ tan x-നെ നമുക്ക് എങ്ങനെ എഴുതാം, sin x cos x എന്ന് എഴുതാം. അപ്പോൾ ഈ cos x നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ -sin x എന്ന് ഇവിടെ കിട്ടി. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അതായത് ഈ x² ഡെറിവേറ്റീവ് 2x ആണ്. പിന്നെ ഈ sin x -sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ, -cos x എന്ന് വരും. ഇനി ഇവിടെ രണ്ടിടത്തും എന്താണ് x കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ x-നെ പുറത്ത് കിടക്കുക. അപ്പോൾ എന്താവും, ഇത് x ഇൻറ്റു cos x - tan x എന്ന് വരും. ഇനി നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ tan x-ൻ്റെ ഡെറിവേറ്റീവ് എന്തുട്ടാണ്, ഇപ്പോൾ എന്താണ്, അപ്പോൾ എന്ത് വരിക, സി ഇൻറ്റു അപ്പോൾ 1/1 cos² x, അതായത് sec² x എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, -sin x മൈനസ് ഇതാരാണ് sec² x എന്ന് വരും. പ്ലസ് ഇനി എന്താണ് ഈ സാധനം cos x - tan x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിന് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു cos x ഉണ്ട്, ഇവിടെ ഒരു -cos x ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊട്ടാ ബാലൻസ് 2x, പിന്നെ വേണമെങ്കിൽ ഇതിനെ ഉള്ളിക്കെടുത്ത് എഴുതാം, അതായത് 2x മൈനസ് നമുക്ക് അതിൻ്റെ ഉള്ളിക്കെടുത്ത് എഴുതാം 2x - x ഇൻറ്റു ഇവിടെ ആരായിരുന്നു sin x, പിന്നെ മൈനസ് ഓഫ് ആരാണ് x sec² x - tan x. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എന്താണ് 4x + 5 sin x / 3x + 7 cos x. ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇതെന്താണ് 4x + 5 sin x / 3x + 7 cos x. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്തെന്ന് വരും, 3x + 7 cos x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 4 + 5 cos x എന്ന് വരും. ദെൻ മൈനസ് ഇനി എന്താ വരിക, 4x + 5 sin x, 4x + -5 sin x, പിന്നെന്താണ് അടിയിലത്തെ ഡെറിവേറ്റീവ് 3 + എന്തുട്ടാ -7 sin x എന്ന് വരും. ഹോൾ / 3x + 7 cos x ഹോൾ സ്ക്വയർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ x² ഇൻറ്റു cos π/4 / sin x. അതെങ്ങനെ വരിക നോക്കാം. അത് നമുക്ക് ഈ cos π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് വാല്യൂ ഉണ്ട്.
അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 1/√2 ആണ്. അപ്പോൾ നമുക്ക് ആ 1/√2നെ പുറത്തെടുക്കാം. ദെൻ എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കാണാം? സൈൻ എക്സ് ഇൻറ്റു 2x മൈനസ് പിന്നെന്താണ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്താണ്? എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. അപ്പോൾ എന്ത് വരും? എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് എന്താണ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ് ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സീക്ക് എക്സ് എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടാൻ എക്സ്. അപ്പോൾ ഇതെങ്ങനെ വരിക നോക്കാം. എക്സ് പ്ലസ് സീക്ക് എക്സ് എക്സ് മൈനസ് ടാൻ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ വരും? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 മൈനസ് ടാനിൻ്റെ എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് എന്ത് വരും? എക്സ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു ഇതെന്താവും? 1 പ്ലസ് ഈ സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എക്സ് ഡിവൈഡ് ബൈ സൈൻ റൈസ് ടു എൻ എക്സ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? സൈൻ അതായത് എക്സ് ബൈ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എൻ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരും? സൈൻ ടു ദ പവർ എൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? എക്സ് ഇൻറ്റു ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു സൈൻ n-1 x into cos x divided by sin x to the power 2n എന്ന് വരും. അപ്പോൾ നമുക്കെന്താണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരുന്നു? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അടുത്ത അതായത് +2 2 ചാപ്റ്ററും കൂടി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹയർ ക്ലാസ്സുകളിൽ ഇനി മാത്സ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ള റിസൾട്ട്സൊക്കെ കാണാതെ പഠിക്കണം. ഡെഫിനേഷൻസ് വന്നിട്ടുള്ളതൊക്കെ പഠിക്കണം. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.